കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സത്യസന്ധമായി നടത്തുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പും ക്രൈംബ്രാഞ്ചും പൂർണ്ണമായി പരാജയപ്പെട്ടതായി അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒന്നാം പ്രതി ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് പോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. എം കെ റാം മാത്രമല്ല കുറ്റവാളിയെന്നും മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ച് നാളിതുവരെ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം മറച്ചുവെച്ചിരിക്കുകയാണെന്നും അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹി M ഗീതാനന്ദൻ പറയുന്നു. ഇതിൽ വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ്. പ്രത്യേകിച്ചും ഫോറൻസിക് തെളിവുകൾ, അത് IT ആയിട്ട് ബന്ധപ്പെട്ട ഫോറൻസിക് ആണെങ്കിലും സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഫോറൻസിക് ഡാറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ IT ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുടെ ഫോറൻസിക് തെളിവുകളായിട്ട് വരുന്നതാണ്. അതിലൊട്ടേറെ കാര്യങ്ങൾ മറച്ചു വെച്ചു, മൂടി വെച്ചു എന്ന് കുടുംബം തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. ആ ദിശയിലേക്കല്ല അവർ പോയത്. കൂടുതലും ഈ ഓൺലൈൻ ആപ്പുമായി ബന്ധപ്പെട്ട തെറ്റായൊരു ദിശയിലേക്കാണ് പോയത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് അന്വേഷണം വരണമെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അതിന് കെൽപ്പുള്ള ഒരു ടീമാണ് വരേണ്ടത്. ഫോറൻസിക് അന്വേഷണമോ കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് അംഗീകരിക്കപ്പെടാതെ പോയത് നിയമസംവിധാനത്തിന്റെ ഏകപക്ഷീയതയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ ദളിത് സമൂഹത്തിന്റെ ആത്മരോഷത്തെ മാനിക്കുന്നതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കേരള പോലീസിനും കഴിഞ്ഞിട്ടില്ലെന്നും ADF ഭാരവാഹികൾ പറയുന്നു. ഭാരവാഹികളായ IR സദാനന്ദൻ, K അംബുജാക്ഷൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.